ടോപ്പ് സിംഗർ സീസൺ 5 അവസാന ഘട്ടത്തിലേക്ക് കടക്കുംതോറും ഒന്നിനോടൊന്ന് മികവുറ്റ ആലാപന വിസ്മയങ്ങളുമായി അത്ഭുതപ്പെടുത്തുകയാണ് കുട്ടിപ്പാട്ടുകാർ. ഇതുപോലെ പാടിയാൽ ഫിനാലെയിൽ പെർഫോം ചെയ്യാൻ അവസരം നേടുമെന്ന് വിലയിരുത്തപ്പെട്ട വിധികർത്താക്കൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച, ജഡ്ജിംഗ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വേദിയിലെത്തി കൂടെ പാടി ഡാൻസ് ചെയ്ത മാസ്മരിക പ്രകടനങ്ങൾക്കാണ് ഇന്ന് പാട്ടുവേദിയിൽ അരങ്ങൊരുങ്ങുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയോട് തൻ്റെ ഒരാഗ്രഹവും ടോപ്പ് സിംഗർ വേദിയിൽ വെച്ച് മത്സരാർത്ഥി പങ്കുവയ്ക്കുന്നുണ്ട്. ഓരോ ആഘോഷവേളകളിലും മലയാളികൾ ആവർത്തിച്ച് കേട്ടാസ്വദിക്കുന്ന ശാന്തമീ രാത്രിയിലെന്ന അടുത്തിടെ വീണ്ടും ട്രെൻഡിംഗ് ആയി മാറിയ എക്കാലത്തെയും ജനപ്രിയ ഹിറ്റ് ഗാനം ആലപിച്ച് വേദിയെ ത്രസിപ്പിക്കുകയാണ് അമേഘ്. വിധികർത്താക്കൾ എല്ലാവരും വേദിയിലെത്തി കൂടെ പാടി ഗാനത്തിലെ മമ്മൂട്ടിയുടെ കാലുകൊണ്ടുള്ള സ്റ്റെപ്പിൽ ഡാൻസ് ചെയ്താണ് അമേഘിൻ്റെ പ്രകടനം ആഘോഷമാക്കിയത്. മമ്മൂക്ക ടോപ്പ് സിംഗർ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകണമെന്ന ആഗ്രഹം വേദിയിൽ വെച്ച് മമ്മൂട്ടിയോട് പരസ്യമായി പങ്കുവെക്കുകയാണ് അമേഘ്. ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖ എന്ന ക്ലാസിക് മെലഡിയുടെ ഗാനവിസ്മയമൊരുക്കി വിധികർത്താക്കളെ എല്ലാവരെയും എഴുന്നേറ്റ് നിർത്തി കൈയടിപ്പിക്കുകയാണ് ഇശൽ. പൊന്മേഘമേ ശലഭങ്ങളെ എന്ന ചിത്രാമ്മ ആലപിച്ച് അനശ്വരമാക്കിയ സുവർണ ഗാനം പാടി ജോഗ് രാഗത്തിൽ വിസ്മയം സൃഷ്ടിച്ച അനശ്വരയുടെ പ്രകടനത്തെക്കുറിച്ച് ഇതുപോലെ പാടിയാൽ ഫിനാലെയിൽ പെർഫോം ചെയ്യാനുള്ള അവസരം നേടുമെന്നാണ് വിധികർത്താവായ സ്റ്റീഫൻ ദേവസി വിലയിരുത്തുന്നത്.